Hi all, welcome to the session. In our previous sessions, we learned the importance of quantum mechanics and the limitation of classical mechanics. We discussed the properties of wave function psi. Also, we learned Schrodinger time-dependent wave equation and time-independent wave equation. And also, we saw some of the applications of this Schrodinger equation. So in this session, we are going to learn a simple quantum mechanical problem, which is nothing but the particle in a box. We need to write the wave function of a particle which is trapped inside a box having infinitely hard walls. So this is the problem. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം. We are just assuming that a particle is trapped inside a box having width capital L and having an infinite hard walls. Here we are considering a particle. So that the particle is restricted to move along the x-axis from 0 to a. And also it will bounce back and forth between these infinite hard walls. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വന്ന് ബൗൺസ് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു തരത്തിലുള്ള മോഷനാണ് ആ പാർട്ടിക്കിളിനെ ആ ബോക്സിൽ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ ഇൻഫിനിറ്റ് ഹാർഡ് വാൾസ് മീൻസ് ദ പാർട്ടിക്കിൾ ഡസൻ ലൂസ് ഹിസ് എനർജി വെൻ ഇറ്റ് ഹിറ്റ്സ് ദി വാൾ. ഇത് വാളിൽ വന്ന് ഇടിക്കുമ്പോൾ അതിൻ്റെ എനർജി എന്ത് ചെയ്യത്തില്ല, കുറയത്തില്ല. സോ ദ ടോട്ടൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ റിമെയിൻസ് കോൺസ്റ്റന്റ് ആൻഡ് ദിസ് ഇസ് ദ peculiarity of these infinite hard walls. So the infinite hard wall means at the boundary the particle will have the potential energy which is infinity. ഈ വാളിന്റെ ബൗണ്ടറിയിൽ പാർട്ടിക്കിളിന്റെ എനർജി എത്ര ആയിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. So these are the characteristics of an infinite hard wall. അപ്പോൾ ഒരു ഇൻഫിനിറ്റ് ഹാർഡ് വാൾ എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ആ പാർട്ടിക്കിളിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അതിന് ഈ ഇൻഫിനിറ്റ് ഹാർഡ് വാൾസിൽ ബൗൺസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഹിറ്റ് ചെയ്യുന്ന സമയത്ത്, ഈ വാളിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എനർജി ലൂസ് ചെയ്യുന്നില്ല, ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. So at the boundary the potential energy is infinity, and in the quantum mechanical view we can say at the boundary the potential energy of the particle is infinity and inside the box the potential energy is constant. ഇവിടെ നമ്മൾ inside the box we are assuming that the potential energy is zero. So inside the box we are assuming that the potential energy is zero or a constant. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ തിയറിയുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി we are just assuming that the potential energy of the particle inside the box is zero. അപ്പം നിങ്ങൾക്ക് വേറൊരു രീതിയും കൂടെ ഇതിൽ കാണാൻ പറ്റും, വേറൊരു തരത്തിൽ ഇതിനെ കാണാൻ പറ്റും. ഇസ് ദർ എനി പോസിബിലിറ്റി ഫോർ ദ പാർട്ടിക്കിൾ ടു അപ്പിയർ ഔട്ട്സൈഡ് ദിസ് ബോക്സ്? ഈ ബോക്സിന് വെളിയിൽ ഈ പാർട്ടിക്കിളിനെ കാണാൻ എന്തെങ്കിലും പ്രോബിലിറ്റി ഉണ്ടോ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഇൻഫിനിറ്റ് ഹാർഡ് വാൾസ് ആണ്, അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റി ആണ്. സോ ഇതിനെ ഓവർകം ചെയ്ത് ഈ പാർട്ടിക്കിളിന് വെളിയിൽ വരണമെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾ മസ്റ്റ് പോസസ് ഇൻഫിനിറ്റ് എനർജി. ആ പാർട്ടിക്കിളിന് ഇൻഫിനിറ്റ് എനർജി പ്രോസസ്സ് ചെയ്യണം. പക്ഷെ അങ്ങനെ ഒരു ഇൻഫിനിറ്റ് എനർജി ഉള്ള ഒരു പാർട്ടിക്കിൾ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. വിച്ച് മീൻസ് പാർട്ടിക്കിളിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ ബോക്സിന് വെളിയിൽ പോകാൻ പറ്റത്തില്ല. സോ വി കാൺ ഫൈൻഡ് ദിസ് പാർട്ടിക്കിൾ ഔട്ട്സൈഡ് ദിസ് ബോക്സ് ബിക്കോസ് ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ ഇൻഫിനിറ്റ് ഹാർഡ് വാൾസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ദ പ്രോബിലിറ്റി ഈസ് ഗിവൺ ബൈ ദി വേവ് ഫംഗ്ഷൻ, റൈറ്റ്? വേവ് ഫംഗ്ഷൻ ആണ് നമ്മൾ പ്രോബബിലിറ്റിയെ തരുന്നത്, ഓർ മോഡ് സൈ സ്ക്വയർ ആണ് അതിൻ്റെ പ്രോബബിലിറ്റിയെ തരുന്നത്. സോ സൈ ഇസ് എ മെഷർ ഓഫ് ദാറ്റ് പ്രോബബിലിറ്റി. സോ വി ക്യാൻ സേ ദ വേവ് ഫംഗ്ഷൻ സൈ ഈസ് ഈക്വൽ ടു 0. ദിസ് വേവ് ഫംഗ്ഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് 0, or you have the probability of finding that particle is 0 outside this box. So outside the boundary നമ്മൾ എടുക്കുമ്പം here you can have x values less than 0. Here the boundary is 0, right? Or you can have the values x less than 0 or x less than or equal to 0, and here you have the values which is x greater than or equal to a, right? This is the boundary. So these 2 points are outside the boundaries. X less than or equal to 0 outside the boundary, and x greater than or equal to l is also outside the boundary. So at these points we can't find that particle, which means the wave function of the particle psi is equal to 0
for x less than or equal to 0 or x greater than or equal to n. So what is our task? Our task is to find what? The probability or find the psi within the box between x equal to 0 and x equal to n. നമ്മുടെ ടാസ്ക് എന്താണ്? പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ വിത്തിൻ ദ ബോക്സ് ഫ്രം ഓർ ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു എൽ വരെ വരുന്ന ഈ റീജിയനിൽ വാട്ട് ഈസ് ദി വേവ് ഫംഗ്ഷൻ ഓഫ് ദ പാർട്ടിക്കിൾ, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഔട്ട്സൈഡ് ദി ബൗണ്ടറി ദ വേവ് ഫംഗ്ഷൻ ഈസ് 0, കാരണം പാർട്ടിക്കിളിന് ഇൻഫിനിറ്റ് എനർജി എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല? ഔട്ട്സൈഡ് ദി ബൗണ്ടറി പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കത്തില്ല. സോ ദ ടാസ്ക് ഇസ് വെരി സിമ്പിൾ. എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഇത്രയും കണ്ടീഷൻ ഷ്രോഡിഞ്ചർ ടൈം ഇൻഡിപെൻഡന്റ് വേവ് ഇക്വേഷൻ, നമ്മൾ ലാസ്റ്റിൽ പഠിച്ച ഷ്രോഡിഞ്ചർ ടൈം ഇൻഡിപെൻഡന്റ് വേവ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ജസ്റ്റ് റൈറ്റ് വാട്ട് ഇസ് ദ ജനറൽ ഫോം ഓഫ് ഷ്രോഡിഞ്ചർ ടൈം ഇൻഡിപെൻഡന്റ് വേവ് ഇക്വേഷൻ. അത് ആദ്യം നിങ്ങളൊന്ന് എഴുതി നോക്കിക്കേ. എല്ലാവരും എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഇസ് ദ ജനറൽ ഫോം ഓഫ് ഷ്രോഡിഞ്ചർ ടൈം ഇൻഡിപെൻഡന്റ് വേവ് ഇക്വേഷൻ. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു ഇമ്പോസ് ദി കണ്ടീഷൻ. നമ്മൾ പറഞ്ഞൊരു കണ്ടീഷൻ എന്താണ്? ഇൻസൈഡ് ദി wall or inside the box, നമുക്ക് വേണ്ട എന്താണ്? what is the wave function inside the box? Inside the box this potential energy is 0. potential energy എന്തായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്? 0 ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. so just put that v equal to 0 in this equation and write the Schrodinger time independent equation for the particle which is inside a box having infinite hard walls. എഴുതിക്കുക. എന്ത് കിട്ടും നമുക്ക്? it is equal to dou square psi by dou x square plus 2m by h cut square into e psi equal to 0. നമ്മൾ എന്ത് ചെയ്തു? പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്തു. സോ ദിസ് ഇസ് എ വാട്ട്? ദിസ് ഇസ് എ സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പം ഇവിടെ psi എന്ന് പറയുന്നത് only depends on x. നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾ is restricted to move along x. അപ്പം നമുക്ക് ഡോ സ്ക്വയർ എന്ന് പറയുന്നത് ടോട്ടൽ ഡെറിവേറ്റീവ് ആയിട്ട് തന്നെ എടുക്കാം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡി സ്ക്വയർ psi ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2m by h cut square e psi equal to 0. The solution of this differential equation is nothing but psi. നമുക്ക് അതാണ് ആവശ്യം. നമുക്ക് വേണ്ടത് psi ആണ്. So this is a second order differential equation. You know how to solve this second order differential equation. നമ്മൾ ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ ഒക്കെ എഴുതി നിങ്ങൾക്ക് അറിയാം. If this equation is of the form d square psi by dx square plus k square psi equal to 0 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. And we are just assuming that ഇതിന് സൊല്യൂഷൻ ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് എക്സാക്ട് സൊല്യൂഷൻ ഉണ്ട് എന്നാണ് നമ്മൾ, പോസിറ്റീവ് സൊല്യൂഷൻ ഉണ്ടെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ യു ഹാവ് ടു ഇമ്പോസ് that condition here. If the solution is exact, the form of psi will be what? A sin kx നിങ്ങളിത് മാത്സിൽ പഠിച്ചിട്ടുള്ളതാണ്. A sin kx പ്ലസ് b cos kx. ഇതാണ് ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അപ്ലൈ ദിസ് സൊല്യൂഷൻ ടു ഹിയർ സോ ദാറ്റ് വി ക്യാൻ അസ്യൂം ദി സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ ഈസ് psi which is having the form a sin k ക്ക് പകരം എന്താണ് എഴുതേണ്ടത്? root of 2me by h cut. root of 2me by root of 2me by h cut x plus b cos root of 2me by h cut x. So this is the solution of this particular differential equation. ഇത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? just substitute this psi in this equation so that you will see the equation will be satisfied. അപ്പം ഇതാണ് നമുക്ക് വേണ്ട psi എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ. പക്ഷേ ഇവിടെ നമുക്ക് എന്തുണ്ട്? we have a, we have b which are constant. So we need to find these a and b.
എങ്കിൽ മാത്രമേ ഈ സൊല്യൂഷൻ പൂർണ്ണമാവത്തുള്ളൂ. സോ ഫോർ ഗെറ്റിംഗ് ദി വാല്യൂസ് ഓഫ് എ ആൻഡ് ബി വി ആർ അപ്ലൈയിങ് ദി ബൗണ്ടറി കണ്ടീഷൻ. നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാണ്? ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. എന്താണ് ബൗണ്ടറി കണ്ടീഷൻ? അറ്റ് ദി ബൗണ്ടറീസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 വാട്ട് ഇസ് ദ വേവ് ഫംഗ്ഷൻ? psi is 0. നമ്മൾ പറഞ്ഞു നമ്മൾ ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു എല്ലിലാണ് നമ്മൾ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. അതിന് വെളിയിലും വേവ് ഫംഗ്ഷൻ എന്താണ്? 0 ആണ്. സോ അറ്റ് ദി ബൗണ്ടറി എക്സ് ഈക്വൽ ടു 0 വി നോ psi ഈക്വൽ ടു 0, കാരണം അതൊരു ഇൻഫിനിറ്റ് ഹാർഡ് വാൾസ് ആണ്. അറ്റ് എക്സ് ഈക്വൽ ടു എൽ ആൾസോ psi equal to 0. So these are the two boundary conditions. ഇതാണ് രണ്ട് ബൗണ്ടറി കണ്ടീഷൻ. സോ ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻ എന്ത് ചെയ്യണം? ഈ സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഫസ്റ്റ് ജസ്റ്റ് പുട്ട് ദി ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ. വെൻ എക്സ് ഈക്വൽ ടു 0 psi must be equal to 0. ആ ബൗണ്ടറി കണ്ടീഷൻ പുട്ട് ചെയ്ത് എന്ത് കിട്ടും? സോ psi equal to 0, 0 equal to when x equal to 0 sin 0, you know it is 0, right? But what is cos 0? Cos 0 is b. So you will get 0 equal to b. So for satisfying the condition, for satisfying the boundary condition, b should be 0. മനസ്സിലാക്കണം. കാരണം നമ്മളിവിടെ പറയുന്നത് psi 0 ആകണം. എപ്പോൾ? psi 0 ആകണം x ഈക്വൽ ടു 0 വരുമ്പോൾ. സോ ഫസ്റ്റ് ടേം a sin root of 2me by h cut xലെ x 0 എടുക്കുമ്പോൾ you will get this term 0. പക്ഷേ ഇവിടെ നിങ്ങൾ 0 കൊടുക്കുമ്പോൾ cos 0 1 ആണ്. അവിടെ b എന്ന് പറയുന്ന ടേം എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫോർ സാറ്റിസ്ഫൈയിങ് ദി ബൗണ്ടറി കണ്ടീഷൻ ബി ടേം ഷുഡ് ബി 0. ബി എന്തായിരിക്കണം? 0 ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ എഴുതാൻ സാധിക്കത്തുള്ളൂ. സോ നമ്മുടെ വൺ ഓഫ് ദി കോൺസ്റ്റൻസ് എന്താണെന്ന് അർത്ഥം? 0 ആണെന്ന് അർത്ഥം. അത് നമുക്ക് എങ്ങനെ കിട്ടി? ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുത്തപ്പോൾ. സോ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എന്താണ്? 0 ഈക്വൽ ടു ബി ഓർ ബി ഈക്വൽ ടു 0. So when we put the first boundary condition, we got that b equal to 0. So this is an important thing. So നിങ്ങൾ എഴുതുന്ന psi എന്ന് പറയുന്ന ടേമിൽ ആര് വരാൻ പാടില്ല? b വരാൻ പാടില്ല. b ഉണ്ടെങ്കിൽ അവിടെ ബൗണ്ടറി കണ്ടീഷൻ വയലേറ്റ് ചെയ്യും. So we got b equal to 0. ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ കൊടുത്തു നോക്കാം. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? x equal to l. x equal to l കൊടുക്കുമ്പോഴും psi എന്താകണം? 0 വരണം. psi must be 0. The value of the psi must be 0. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ എക്സിനെ പകരം എല്ല് കൊടുക്കുമ്പോൾ ഇവിടെ കിട്ടുന്നത് സൈൻ റൂട്ട് ഓഫ് 2me ബൈ എച്ച് കട്ട് എൽ എന്നാണ് കിട്ടുന്നത്. സോ ഈ ടേം 0 ആവുന്നത് എപ്പോഴായിരിക്കും? ഒന്നുകിൽ റൂട്ട് ഓഫ് 2me ബൈ എച്ച് കട്ട് എക്സ് എന്ന് പറയുന്നത്, ഇവിടെ എക്സിന് പകരം വി ആർ ജസ്റ്റ് പുട്ടിങ് എൽ, കാരണം എക്സിന് പകരം എല്ല് വന്നാൽ എത്ര എന്നാണ് നമ്മൾ നോക്കുന്നത്. അതൊന്നുകിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ പൈ ആയിരിക്കണം, അല്ലെങ്കിൽ 2π ആയിരിക്കണം, റൈറ്റ്? സൈൻ 0 is 0, സൈൻ പൈ is 0, സൈൻ 2π ഈക്വൽ ടു 0, സൈൻ 3π ഈക്വൽ ടു 0, എക്സെട്ര. അതായത് എങ്ങനെ വരണം? റൂട്ട് ഓഫ് 2me ബൈ എച്ച് കട്ട് എൽ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി n പൈ ആയിരിക്കണം എന്നർത്ഥം. ഇതെന്തായിരിക്കണം? n പൈ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവൻ എന്താവത്തുള്ളൂ? 0 ആവത്തുള്ളൂ. സോ വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് n? n 0 ആകാം, പക്ഷെ നമ്മളിവിടെ 0 എടുക്കുന്നില്ല. എന്താണെന്ന് ഞാൻ പറയാം. സോ ഹിയർ ജസ്റ്റ് വി ആർ അസ്യൂമിങ് ദാറ്റ് n ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. മനസ്സിലായി? സെക്കൻഡ് കണ്ടീഷൻ കൊടുത്തപ്പോൾ നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നു. റൂട്ട് ഓഫ് 2me ബൈ എച്ച് കട്ട് എൽ എന്ന് പറയുന്നത് n പൈ ആയിരിക്കണം. ആ n എന്ന് പറയുന്നത് 1, 2, 3 വാല്യൂസ് ഓർ എക്സെട്ര ഇൻറ്റിജർ വാല്യൂസ് ആയിരിക്കണം, പോസിറ്റീവ് ഇൻറ്റിജർ വാല്യൂസ് ആയിരിക്കണം. അതായത് n-ന് 0.5 വരാൻ പാടില്ല. n-ന് 0.5 വന്നാൽ നമ്മുടെ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അവിടെ വയലേറ്റ് ചെയ്യും. സോ വി ഗോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് റെസ്ട്രിക്ഷൻ ഫോർ ദ വാല്യൂ ഓഫ് en. en-ന് എല്ലാ വാല്യൂവും എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി വാല്യൂസ് നമ്മൾ ടൈം ഇൻഡിപെൻഡന്റ് വേവ് ഇക്വേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. ഈ ക്വാണ്ടൈസേഷൻ എല്ലാ എനർജി വാല്യൂസും ആ പാർട്ടിന് എടുക്കാൻ പറ്റുന്നില്ല. സെയിം തിങ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എത്ര ആയിരിക്കണം? n പൈ ആയിരിക്കണം. n must be പോസിറ്റീവ് ഇൻറ്റിജർ വാല്യൂസ്. സോ വി ഗോട്ട് ദി എക്സ്പ്രഷൻ ആസ്, അപ്പോൾ യുടെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്യാം? നമ്മൾ ജസ്റ്റ് സ്ക്വയർ ദിസ് ടേം. സോ ദാറ്റ് യു വിൽ ഗെറ്റ് 2me by h cut square
L square equal to n square pi square equal to n square pi square. So that you can say what is E? E equal to n square pi square h cut square by 2m L square. 2m L square where n equal to 1, 2, 3 etc. So this is the energy value for the particle which is trapped inside a box. It can have values only when n equal to 1, 2, 3 etc. So for each n value we can have En energy values which are called the energy eigenvalues. നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ En എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആണ്, ക്വാണ്ടൈസ്ഡ് ആണ്. Energy eigenvalues for a particle which is trapped inside a box is nothing but En, which is equal to n square pi square h cut square by 2ml square, where n can have values only from 1, which is നിങ്ങൾക്ക് 0 എടുക്കാൻ പറ്റത്തില്ല, അതെന്താണെന്ന് പറയാം. where n can take values only 1, 2, 3 etc. or പോസിറ്റീവ് ഇൻറ്റീജർ വാല്യൂസ് മാത്രമേ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കൊടുക്കാൻ പറ്റൂ. എന്തുകൊണ്ട് 0 എടുക്കാൻ പറ്റുന്നില്ലെന്ന് ചോദിച്ചാൽ, സോ ഇഫ് എനർജി ഈസ് 0, നമ്മൾ കഴിഞ്ഞ സെഷനിലെല്ലാം നമ്മൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് പറഞ്ഞായിരുന്നു. സോ വാട്ട് ഇസ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്? ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി. അപ്പം എനർജി 0 ആകുന്നു എന്ന് പറഞ്ഞാൽ ദ വെലോസിറ്റി ഈസ് 0. വെലോസിറ്റി 0 ആകുന്നു എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് വേവ് ലെങ്ത് ആ പാർട്ടിക്കിളിന് വരുന്നു എന്നർത്ഥം. സോ വി ഇൻ ക്വാണ്ടം മെക്കാനിക്സ് വ്യൂ ഓർ ഇൻ ക്വാണ്ടം മെക്കാനിക് പോയിന്റ് ഓഫ് വ്യൂ വി കാൻറ്റ് അസ്യൂം എ പാർട്ടിക്കിൾ വിച്ച് ഇസ് ഹാവിംഗ് ഇൻഫിനിറ്റ് വേവ് ലെങ്ത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എനർജി ഈക്വൽ ടു 0 അവിടെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസൈഡ് ദി ബോക്സ്, ആ ബോക്സിന്റെ അകത്ത് പാർട്ടിക്കിളിനെ കാണണം, എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു നോൺ വാനിഷിംഗ് എനർജി ഉണ്ടായേ പറ്റൂ. സോ ദാറ്റ് വി കാൻ ടേക്ക് n ഈക്വൽ ടു 0 ഹിയർ. സോ ദീസ് ആർ ദി എനർജി ഐഗൻ വാല്യൂസ് ഫോർ എ പാർട്ടിക്കിൾ വിച്ച് ഇസ് ട്രാപ്ഡ് ഇൻസൈഡ് എ ബോക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സോ ഫോർ ദിസ് എനർജി ഐഗൻ വാല്യൂ വി ക്യാൻ അസ്യൂം ദി ഐഗൻ ഫംഗ്ഷൻ psi n. En എന്ന് പറയുന്ന എനർജി ഐഗൻ വാല്യൂ ഉള്ള psi n നെയും കൂടെ നമുക്ക് അസ്യൂം ചെയ്യാം. നമ്മൾ നേരത്തെ psi n ന്റെ ഫോം എഴുതി, a sin kx എന്നായിരുന്നു എഴുതിയത്. നമ്മൾ ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ കൊടുത്ത് വി പ്രൂവ്ഡ് ദാറ്റ് b ഈക്വൽ ടു 0. അപ്പോൾ അവിടെ ആര് മാത്രമേ ഉള്ളൂ, a മാത്രമേ ഉള്ളൂ. സോ ദ ഫോം ഈസ് a sin root of 2m En corresponding to the energy eigenvalue En. The psi n corresponding to the energy eigenvalue En. Root of 2em En by h cut x. So this is the wave function of the particle which is trapped inside the box having energy En. En energy ഉള്ള ഒരു പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ എന്താണ്? psi n ആണ്. psi n equal to a sin root of 2m En by h cut x. ഇവിടെ നിന്ന് നമുക്ക് ഈ En ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, just substitute the value of En to this term, എന്താ നമുക്ക് വരുന്നത്? അതൊന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് എഴുതിയാൽ എന്താ വരുന്നത്? 2m then En പകരം n സ്ക്വയർ പൈ സ്ക്വയർ h cut സ്ക്വയർ by 2m L square by h cut. നമ്മൾ ഈ ഒരു ടേമിനെ മാത്രമാണ് എടുക്കുന്നത്, ഈ ഒരു ടേമിനെ മാത്രം എഴുതി നോക്കാൻ പോവുക. സോ ഇഫ് യു ടേക്ക് ദിസ് n സ്ക്വയർ പൈ സ്ക്വയർ h cut സ്ക്വയർ ഔട്ട്സൈഡ്, ഇവിടെ 2 ക്യാൻസൽ, mm ക്യാൻസൽ. സോ ഔട്ട്സൈഡ് ദ റൂട്ട് ദ വാല്യൂ ഈസ് n പൈ h cut by L. പിന്നെ വെളിയിൽ ഒരു h cut ഉണ്ട്. സോ h cut cancel. So you will get n pi by L. So what is the expression for psi n? En substitute ചെയ്താൽ psi n will become a sin what? n pi x by L. n pi x by L. So this is the wave function of the particle which is trapped inside the box having infinite hard walls. അപ്പോൾ നമുക്ക് വേവ് ഫംഗ്ഷൻ കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു, നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു വേവ് ഫംഗ്ഷൻ, ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നത് മാത്രമല്ല, ദാറ്റ് വേവ് ഫംഗ്ഷൻ മസ്റ്റ് സാറ്റിസ്ഫൈ ഓൾ ദ പ്രോപ്പർട്ടീസ്.
അപ്പോൾ നമ്മൾ ഇവിടെ എടുത്ത സൈൻ എന്ന് പറയുന്ന ഈ വേവ് ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പഠിച്ച വേവ് ഫംഗ്ഷന്റെ എല്ലാ പ്രോപ്പർട്ടീസും എന്ത് ചെയ്യുന്നുണ്ട്, ഒബേ ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് ഇറ്റ് ഈസ് വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ. ഇതെന്താണ്, ഒരു വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ ആണ്. ആൻഡ് ഓൾസോ ഇസ് psi as well as its first order derivative dou psi by dou x എല്ലാം എന്താണ്, കണ്ടിന്യൂസ് ആണ്. അപ്പം അതെന്താണ്, ഇസ് എ വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ വിച്ച് സാറ്റിസ്ഫൈസ് all the properties of a single valued wave function of x. Psiയും dou psi by dou xും കണ്ടിന്യൂസ് ആണ്, ഫൈനൈറ്റ്. ഇനി നമുക്ക് ഈ സൈൻ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷനിൽ there is a term a. ഇതിനെ നമ്മളൊരു പ്രോബബിലിറ്റി ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ വി നോ ദ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, മോഡ് സൈൻ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ ഇഫ് യു ഇൻ്റഗ്രേറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ടു മോഡ് സൈൻ സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം, ഡി എക്സ് എത്ര കിട്ടണം, യു മസ്റ്റ് ഗെറ്റ് 1 അല്ലേ. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റിയിൽ ഈ മോഡ് സൈൻ സ്ക്വയർ ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 1 കിട്ടണം, വിച്ച് ഈസ് ദി നോർമലൈസേഷൻ ഓഫ് ദി വേവ് ഫംഗ്ഷൻ സൈൻ. ഈ ഒരു പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് നോർമലൈസ്ഡ് പ്രോപ്പർട്ടി ഓഫ് ദി വേവ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്കൊരു വേവ് ഫംഗ്ഷനെ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി പാർട്ടിക്കിൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ വേവ് ഫംഗ്ഷൻ ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പം ഒരു വേവ് ഫംഗ്ഷനെ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആക്കാൻ എന്ത് ചെയ്താൽ മതി, നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മാത്രം മതി. സോ ദിസ് ഇസ് എ നോർമലൈസേഷൻ കണ്ടീഷൻ. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ടു മോഡ് സൈൻ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക, മോഡ് സൈൻ സ്ക്വയർ ഡി എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ മോഡ് സൈൻ സ്ക്വയർ ഇങ്ങനെ കിട്ടിക്കാണും. സോ വാട്ട് ഇസ് ദ നോർമലൈസേഷൻ കണ്ടീഷൻ, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ടു മോഡ് സൈൻ സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് മസ്റ്റ് ബി 1 ആയിരിക്കണം. സോ ദിസ് എ നോർമലൈസേഷൻ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് അതിനെ മാറ്റാം. നമ്മളെ ബോക്സിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഫ്രം 0 to L ആണ്. അപ്പോൾ 0 to L അകത്ത് മാത്രം നമുക്ക് വേവ് ഫംഗ്ഷൻ എക്സ്പെക്ട് ചെയ്താൽ മതി. സോ മോഡ് സൈൻ സ്ക്വയർ ഡി എക്സിന് പകരം വി ഹാവ് വാട്ട്, ഞാൻ മോഡ് സൈൻ സ്ക്വയർ തന്നെ ഇപ്പോൾ എഴുതുന്നു. മോഡ് സൈൻ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 1 ആയിട്ട് മാറി. ഓക്കെ, നൗ വി ഹാവ് മോഡ് സൈൻ സ്ക്വയർ. സോ എ സ്ക്വയർ ഈസ് കോൺസ്റ്റന്റ്, എ സ്ക്വയർ നമുക്ക് വെളിയിലെടുക്കാം. സോ എ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L സൈൻ സ്ക്വയർ n pi x by L dx equal to 1. So a square integral 0 to L sin square n pi x by L dx equal to 1. ഈ ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ സ്ക്വയർ n pi x by L 1 മൈനസ് അല്ലേ, സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് വരും 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇവിടെ ഒരു 1 മൈനസ് കോസ് 2n പൈ എന്നാണ് വരുന്നത്. ആ 2n പൈ വരുന്ന സെക്കൻഡ് ടൈം എന്താവും, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴും ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴും 0 ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഉള്ള ആകെ ടേം എന്ന് പറഞ്ഞാൽ 1/2 ആയിരിക്കും. റൈറ്റ്, 1/2 ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ദി ആൻസർ ഓഫ് ദിസ് ഇന്റഗ്രൽ ഈസ് a square L/2. നിങ്ങൾക്ക് കിട്ടുന്നത് ഇന്റഗ്രൽ 0 to L ഹാഫ് ഡി എക്സ്. സോ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ അപ്ലൈ ദി അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്, ഇറ്റ് ഈസ് L. സോ a square L/2 ഈക്വൽ ടു 1. സോ ഫ്രം ഹിയർ you can find out a equal to what, root of 2/L. This is a very important thing. നമ്മൾ ചുമ്മാ ഒരു വേവ് ഫംഗ്ഷൻ എഴുതിയിട്ട് കാര്യമില്ല. ആ വേവ് ഫംഗ്ഷന് ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തരണമെന്നുണ്ടെങ്കിൽ ആ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം, നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആയിരിക്കണം. ഇപ്പം ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലം, പല പ്രോബ്ലവും വരാം, സൈ നമുക്ക് തന്നിരിക്കും. ആ സൈ നോർമലൈസ്ഡ് ആണോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിനെ നോർമലൈസ് ചെയ്ത് മാത്രമേ നമ്മൾ പ്രോബ്ലം ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് അങ്ങനത്തെ പ്രോബ്ലം ഒന്നും വരാൻ സാധ്യതയില്ല. ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലം ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. സോ we can find the normalized wave function of a particle which is trapped inside the box, which is psi n equal to എന്താണ്, a ക്ക് പകരം root of 2/L sin n pi x by L, So this is the
wave function of a particle which is trapped inside a box. This is a wave function. Root of 2 by L sin n pi x by L. ഈ ഒരു സൈനിൻ്റെ ടൈം കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? We can draw what is psi 1 അല്ലേ? If you put n equal to 1 you will get psi 1. If you put n equal to 2 you will get psi 2. So we can say what are these different, so we can find out this wave function for different quantum states, psi 1 psi 2 psi 3 etc. അത് നമ്മൾ വരയ്ക്കാനും ശ്രമിച്ചാൽ ആ ഫിഗർ ഇങ്ങനെ ഇരിക്കും. So when you put n equal to 1 you can have psi 1, right? Psi 1. So if you plot the function from 0 to L you will get this one. This will be the plot of psi 1. So at x equal to 0 and at x equal to L, psi 1 is 0, right? So if you plot psi n for n equal to 2 you will get this one. And if you plot, so this is for psi 2, and for psi 3 if you plot this one. ഇവിടെ ഇങ്ങനെ ഒരു ഇത് വന്നത് ഇങ്ങനെയൊന്നും അല്ല വരുന്നത്, കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഞാൻ വരച്ചപ്പോൾ അങ്ങനെ ഒരു ഡിസ്റ്റോർഷൻ വന്നു എന്ന് മാത്രം. ഓക്കെ, സോ ദീസ് ആർ ദി 3 forms of psi which is psi 1 psi 2 psi 3 അല്ലേ. ഇതിൽ വേറൊരു വലിയൊരു കാര്യം, ഇൻ ദ ഫസ്റ്റ് ക്വാണ്ടം സ്റ്റേറ്റ് psi 1-ൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും ഇവൻ എന്താകുന്നില്ല, 0 ആകുന്നില്ല. ക്യാൻ സി, psi ഇവിടെ മാത്രമേ 0 ആവുന്നു, അറ്റ് ദ ബൗണ്ടറീസിൽ മാത്രമേ psi വാല്യൂ 0 ആവുന്നുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും you can have some definite values and the maximum probabilities at the center, which means in the ground state the probability of finding the particle is maximum at the center of the box. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നിങ്ങൾക്കില്ല, ഞാൻ പറയുന്നത് മാത്രം. പക്ഷേ ഇതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയാൽ, സെക്കൻഡ് സ്റ്റേറ്റിലേക്ക് പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അറ്റ് ദ മിഡിൽ എന്താണ്? the probability is 0 അല്ലേ. അപ്പോൾ ഇൻ ദിസ് വേ the probability is different for different quantum states. പക്ഷേ ഇതിൻ്റെ ക്ലാസിക്കൽ മെക്കാനിക്സ് അതല്ല പറയുന്നത്, എല്ലാ സ്ഥലത്തും ഒരേ പ്രോബബിലിറ്റി എന്നാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് പറയുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻ യു ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് പ്രോബബിലിറ്റി. ദീസ് ആർ ദ വാല്യൂസ് ഓഫ് psi 1 psi 2 psi 3. നമ്മൾ നേരത്തെ പറഞ്ഞു ദ പ്രോബബിലിറ്റി ഈസ് മോഡ് psi സ്ക്വയർ. അപ്പോൾ മോഡ് psi സ്ക്വയർ എടുത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഹിയർ ദ വേവ് വിൽ ബി ലൈക്ക് ദിസ്. Here if you take mod psi 2 square, ഈ നെഗറ്റീവ് ഹാഫും കൂടെ എന്താവും? പോസിറ്റീവ് ഹാഫ് ആവും. സോ that you will get the wave like this. മനസ്സിലായോ? In the psi 3 you will have, sorry, അവിടെ ഷാർപ്പ് എഡ്ജ് ഒന്നും വരത്തില്ല, എനിക്ക് വരച്ചപ്പോൾ എനിക്ക് വന്നേ ഉള്ളൂ. It will be like this. So these are the values of mod psi n square. mod psi n square. അപ്പം ഇത്രയേ ഉള്ളൂ ദി വേവ് ഫംഗ്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ വിച്ച് ഇസ് ട്രാപ്ഡ് ഇൻസൈഡ് എ ബോക്സ് ഹാവിംഗ് ഇൻഫിനിറ്റ് ഹാർഡ്വെയർ. അപ്പം ഈ ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ഈ ഫോമാണ് നമ്മൾ നേരത്തെ നമ്മളൊരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത്, ഓർമ്മയുണ്ടോ? സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഒരു സ്റ്റാൻഡിങ് വേവ്സ്. സോ ദ പാർട്ടിക്കിൾ ഇൻസൈഡ് എ ബോക്സ് ഈസ് നൗ വിച്ച് ഈസ് വെരി മച്ച് സിമിലർ ടു സ്റ്റാൻഡിങ് വേവ്സ് അല്ലേ. സ്റ്റാൻഡിങ് വേവ്സിൻ്റെ ഇത് വരുന്നതല്ലേ, സോഴ്സിൽ നിന്ന് വേവ് ട്രാവൽ ചെയ്ത് മറ്റേ എൻഡിൽ വന്ന് തിരിച്ചു വരുമ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? യു ക്യാൻ സീ സ്റ്റാൻഡിങ് വേവ്സ്. അപ്പോൾ ആ സ്റ്റാൻഡിങ് വേവ്സ് തന്നെ നമുക്ക് പറഞ്ഞു ആ രണ്ട് ഡിസ്റ്റൻസിന് അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസിനിടയ്ക്ക് നിങ്ങൾക്ക് എത്ര നമ്പർ ഓഫ് വേവ്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് മസ്റ്റ് ഹാവ് സം ഡെഫിനിറ്റ് വാല്യൂസ്. നമ്മൾ പറഞ്ഞ വാല്യൂസ് ഓർമ്മയുണ്ടോ എന്തൊക്കെയാണെന്ന്? ലാംഡ ക്യാൻ ഹാവ് 2l, റൈറ്റ്? ലാംഡയ്ക്ക് എത്ര വരാം? 2l വരാം. ലാംഡ എന്ന് പറയുന്നത് L വരാം. ലാംഡ എന്ന് പറയുന്നത് 3l/2 വരാം അല്ലേ. അപ്പം ഈ ഒരു രീതിയിലായിരുന്നു നമ്മൾ അവിടെ വേവ് ലെന്ത് പഠിച്ചത്, വിച്ച് ഇസ് ദി വേവ് ലെന്ത് ഓഫ് ദി സ്റ്റാൻഡിങ് വേവ്സ്. അപ്പം നമുക്ക് പാർട്ടിക്കിൾ ഇൻസൈഡ് ദ ബോക്സ് ഈസ് ജസ്റ്റ് സിമിലർ ടു ദ സ്റ്റാൻഡിങ് വേവ്സ്. നമ്മൾ നേരത്തെ പഠിച്ച ആ സ്റ്റാൻഡിങ് വേവ്സ് പോലെയാണ് ഒരു ബോക്സിൻ്റെ അകത്ത് ഒരു പാർട്ടിക്കിൾ ബൗൺസ് ചെയ്യുന്നത്. അതേ പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഒബേ ചെയ്യുന്നത്. സോ ഇൻ ദിസ് വേ വി ക്യാൻ റെപ്രസെൻറ്റ് the waves in a stretched string and the
wave representing a particle which is trapped inside a box having infinite hard walls by the same equation. ഇതൊരു വളരെ വലിയൊരു കോൺസെപ്റ്റാണ്, നല്ലൊരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റാണ്. ഒരു ബോക്സിനകത്ത് ട്രാപ്പ് ചെയ്ത പാർട്ടിക്കിൾസിൻ്റെ വേവ് ഫംഗ്ഷനും അതുപോലെ തന്നെ വേവ്സ് ഇൻ എ സ്ട്രെച്ച് സ്ട്രിങ് വിച്ച് ഈസ് ക്ലാംഡ് അറ്റ് ബോത്ത് എൻഡ്സ് അതും ഒരേപോലെ നമുക്ക് എഴുതാൻ സാധിക്കും എന്നുള്ളത്. So this is the importance of particle which is trapped inside a box. So the main consequence of this wave function is we can have some specific eigenvalues En for the specific eigenfunction. Energy eigenvalues in എല്ലാ n values എന്തല്ല പെർമിറ്റ് അല്ല. So we derived the form of the normalized wave function for a particle which is trapped inside a box. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.